Good morning, students. Today we are discussing the exercise portion of chapter 15. So, all of you take the page number 98. First, read and answer. A. Tick the correct answers. അതായത് അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിംഗ് ഈസ് ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഹു ലീവ് ഇൻ ഡാഷ് സിറ്റീസ്, ടൗൺസ്, വില്ലേജസ്. അതായത് ഫാമിങ് എവിടെ താമസിക്കുന്നവരുടെ മെയിൻ ഒക്കുപ്പേഷനാണ്. ആൻസർ വില്ലേജസ് ആണ്. സി ടിക്ക് കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിക്കൻസ് ആൻഡ് ഡക്സ് ആർ കെപ്റ്റ് ഇൻ പൗൾട്രി ഫാംസ്, ഡയറി ഫാംസ്, വെജിറ്റബിൾ ഫാംസ്. ചിക്കൻസിനെയും ഡക്സിനെയും കീപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന്? പൗൾട്രി ഫാംസ് ആണ്. ഓപ്ഷൻ എ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, ഷുഗർ ആൻഡ് ജാഗറി ആർ മെയ്ഡ് ഫ്രം. അതായത് ജാഗറി എന്ന് പറഞ്ഞാൽ ശർക്കര, പഞ്ചസാരയും ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ്? വീറ്റ്, ഷുഗർ കെയിൻ, ജ്യൂട്ട്. ആൻസർ ബി ആണ്, ഷുഗർ കെയിൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, വി ഗെറ്റ് വുഡ്, ലാക്ക് ആൻഡ് ഗം ഫ്രം. നമുക്ക് വുഡ്, ലാക്ക്, ഗമ്മ് ഇതൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? സി ഫോറസ്റ്റ്, മൈൻസ്. ആൻസർ ഫോറസ്റ്റ് ആണ്, ബി. ടിക്ക് കൊടുക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് മിനറൽ. ലാഗ്, മസ്റ്റാർഡ്, കോള്. ഇതിനകത്ത് ഈ മിനറൽ ഏതാണ്? നമ്മുടെ എർത്തിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് മെറ്റൽസും അങ്ങനെയൊക്കെയുള്ളതാണ് മിനറൽസ്. ഇതിനകത്തുള്ളത് കോളാണ്. ആൻസർ സി. സോ ഫസ്റ്റ് വൺ സി, സെക്കൻഡ് എ, തേർഡ് ക്വസ്റ്റ്യൻ ബി, ഫോർത്ത് ക്വസ്റ്റ്യൻ ഓൾസോ ബി ആൻഡ് 5 സി. ഇത്രയാണ് നമ്മുടെ തിങ്ക് ആൻഡ് ആൻസറിൻ്റെ. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട്, അതിൽ കറക്റ്റായിട്ടുള്ളത് എഴുതുക. എ ഫാമർ നീഡ്സ് എ ഡാഷ് ഫോർ ഹെർ ഓർ ഹിസ് ഫീൽഡ്. അതായത് ഒരു ഫാർമറിന് അവൻ്റെ ഫീൽഡിലേക്ക് വേണ്ടത് എന്താണ്? എഗ്സ്, വാട്ടർ. നമുക്കറിയാം വാട്ടറാണ് ഫീൽഡിലേക്ക് വേണ്ടത് അല്ലേ? സോ ആൻസർ വാട്ടർ എഴുതുക. ഡയറി ഫാമേഴ്സ് കീപ്പ് കൗസ് ടു ഗെറ്റ് ഡാഷ്. ഡയറി ഫാമേഴ്സ് കൗസിനെയൊക്കെ എന്തിനാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്? ഫോർ മിൽക്ക് ഓർ മിനറൽസ്. മിൽക്കാണ് ആൻസർ. 3, കാർപ്പൻറ്റേഴ്സ് മേക്ക് ഫർണിച്ചർ ഫ്രം ഡാഷ്. അതായത് കാർപ്പൻറ്റേഴ്സ് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ്? വുഡ്, ഹെർബ്സ്. ആൻസർ ഈസ് വുഡ്. ദെൻ 4, പീപ്പിൾ ക്യൂ ഹു ക്യാച്ച് ഫിഷ് ആർ കോൾഡ്. അതായത് ഫിഷിനെയൊക്കെ പിടിക്കുന്നവരെ വിളിക്കുന്നത് ബേക്കേഴ്സ് ആണോ ഫിഷർമെൻ ആണോ? ആൻസർ ഫിഷർമെൻ. ഡാഷ് ആർ ഫൗണ്ട് ഡീപ്പ് ഇൻസൈഡ് ദി എർത്ത്. മിനറൽസ് ഓർ പ്ലാന്റ്സ്. എന്താണ് എർത്തിൻ്റെ ഇൻസൈഡിൽ നമുക്ക് കിട്ടുന്നത്? മിനറൽസ് ആണോ പ്ലാന്റ്സ് ആണോ? ആൻസർ മിനറൽസ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡു ആൻഡ് ലേൺ എന്നാണ്. ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ തനിയെ എഴുതുക. മിസ് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹൂ ആം ഐ? റീഡ് ദ ക്ലൂസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഹൂ ചൂസ് ദ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പ്രൊഫഷനാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ്, ഐ ഫ്ലൈ ആൻ എയ്റോപ്ലെയിൻ. ഐ ആം എ ഡാഷ്. എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്യിക്കും ഞാൻ ആരാണെന്ന്? ജേർണലിസ്റ്റ്, ഓതർ, പൈലറ്റ്, ഫ്ലോറിസ്റ്റ്. നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്താണ്? പൈലറ്റാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ റിപ്പോർട്ട് ന്യൂസ് ഓൺ ടെലിവിഷൻ. ഐ ആം എ ഡാഷ്. അതായത് ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ടെലിവിഷനിൽ. ഐ ആം എ ജേർണലിസ്റ്റ്. അപ്പം ജേർണലിസ്റ്റ് എഴുതുക രണ്ടാമത്തെ. ഐ സെൽ ഫ്ലവേഴ്സ്. ഐ ആം എ ഡാഷ്. അതായത് പൂക്കളൊക്കെ വിൽക്കുന്ന ഫ്ലോറിസ്റ്റ് ആണ്. FLORIST, ഫ്ലോറിസ്റ്റ്. ദെൻ ഫോർത്ത് വൺ, ഐ റൈറ്റ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഐ ആം ആൻ. അതായത് സ്റ്റോറീസൊക്കെ എഴുതുന്നവരെ നമ്മൾ എഴുത്തുകാരെ എന്താ വിളിക്കുന്നത്? ഓതർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പൈലറ്റ്, സെക്കൻഡ് വൺ ജേർണലിസ്റ്റ്, തേർഡ് വൺ ഫ്ലോറിസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓതർ. ഇനി ഒരു പ്രോജക്റ്റ് പറഞ്ഞേക്കാണ്. ടോക്ക് ടു യുവർ പേരൻറ്റ്സ്, ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. അതായത് നിങ്ങളുടെ പേരൻസിനോടൊക്കെ ചോദിക്കുക. വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, വേർ ഡു ദേ വർക്ക്, അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വാട്ട് ആർ ദെയർ വർക്ക് ടൈമിങ്സ്. അതായത് അവർക്ക് ടൈമിങ് എപ്പോഴാണ് അവർക്ക് പോകേണ്ടത്, എപ്പോൾ വരെയാണ് അവർക്ക് വർക്കുള്ളത്. നെക്സ്റ്റ്, ഹൗ ഡു ദേ ട്രാവൽ ടു ദെയർ വർക്ക് പ്ലേസസ്. എങ്ങനെയാണ് അവർ വർക്ക് പ്ലേസസിലൊക്കെ വർക്ക് ചെയ്യുന്നത്? വാട്ട് ഡു ദേ ലൈക്ക് അബൌട്ട് ദെയർ വർക്ക്. ഇനി അവരുടെ വർക്കിൽ അവർ എന്തൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പേരൻസിനോട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസൊക്കെ. നെക്സ്റ്റ് ഈസ് എ വെബ് ലിങ്ക്. അതായത് ടു പ്ലേ എ ഗെയിം ഓൺ ഒക്കുപ്പേഷൻ. അതായത് നമ്മുടെ ഒരു വെബ് ലിങ്കിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഒരു ഒക്കുപ്പേഷനെ പറ്റിയുള്ള ഗെയിമൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എ ലൈഫ് സ്കിൽ. ടീം വർക്ക് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി ഒക്കുപ്പേഷൻസ്. അതായത് ഈ ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൂട്ടമായിട്ടുള്ള ഒരു എഫേർട്ട് ചിലപ്പം വേണ്ടി വരും അല്ലേ? അതിനെ നമ്മൾ ടീം വർക്ക് എന്ന് പറയും. സിമിലർലി ഇൻ സ്കൂൾ അറ്റ് ടൈംസ് യു ഹാവ് ടു വർക്ക് വിത്ത് അതേഴ്സ് ഇൻ ടീംസ്. അതായത് ചില സമയത്ത് നമുക്ക് ആൾക്കാരുമായിട്ട് ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. വെൻ യു ആർ എ പാർട്ട് ഓഫ് എ ടീം ഹൗ ഡു യു ബിഹേവ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ടീമിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ടിക്ക് ദി വൺസ് യു എഗ്രി വിത്ത്. നിങ്ങൾ എന്തുമായിട്ടൊക്കെയാണ് എഗ്രി ചെയ്യുന്നത് അത് ടിക്ക് കൊടുക്കുക. ലിസൺ ടു യുവർ ടീം മെമ്പേഴ്സ്. അതായത് നിങ്ങൾ ടീം മെമ്പേഴ്സ് പറയുന്നത് കേൾക്കുമോ? അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. വർക്ക് ടുഗദർ ടു ഫിനിഷ് ദ ടാസ്ക് ഓൺ ടൈം. അതായത് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത ടൈമിൽ ആ ടാസ്ക് തീർക്കാൻ നോക്കും. നെക്സ്റ്റ്, എൻകറേജ് ദോസ് ഹു ആർ ഷൈ ടു സ്പീക്കപ്പ്. അതായത് സംസാരിക്കാൻ നാണമുള്ളവർ അങ്ങനെയൊക്കെ പുറകോട്ട് നിൽക്കുന്നവരെയൊക്കെ നിങ്ങൾ എൻകറേജ് ചെയ്യിക്കും. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ടിക്ക് കൊടുക്കാം. ടോക്ക് ടു എവറി വൺ ഇൻ ദ ടീം, അതായത് ടീമിലുള്ള എല്ലാവരുമായിട്ട് നിങ്ങൾ സംസാരിക്കും. ഇഫ് യു ടിക്ക്ഡ് മോർ ദാൻ 2 ഓപ്ഷൻസ് യു വർക്ക് വെൽ ഇൻ എ ടീം. നിങ്ങൾക്ക് 2ൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നതിന് വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ എക്സസൈസ് പോർഷൻസ്. എല്ലാവരും വീഡിയോ കണ്ട് ആൻസേഴ്സൊക്കെ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.